അഹല്യയുടെ കഥയിലെ ഒരു പുരാണ പാഠം ഒന്ന് നമുക്ക് ചിന്തിച്ചാലോ? അഹല്യ ബ്രഹ്മാവിൽ നിന്ന് നേരിട്ട് സൃഷ്ടിച്ച പുത്രിയാണ്. അതിൻ്റെ ഒരു യോഗ്യത അഹല്യയ്ക്ക് ശരിക്കും ഉണ്ട്. ബ്രഹ്മാവിൽ നിന്ന് വന്ന അനുസൃഷ്ടികളുടെ പരമ്പരയിൽ വരുന്നവളല്ല. മറ്റേതെങ്കിലും ഋഷിമാരോ പ്രജാപതിമാരോ മനുക്കളോ ഇടപെട്ട് ആ വഴിയിൽ കൂടി വന്ന ഒരു ജന്മവുമല്ല അഹല്യയുടെ. പരമസാധ്വിയാണ്. ആർക്കും ആക്രമിക്കാൻ പറ്റുന്നവളല്ല, ആരാലും ഉഴുതപ്പെട്ടു മറയ്ക്കാൻ പറ്റുന്നവളല്ല എന്നുള്ള ഒരു ഭാരതീയ സ്ത്രീത്വത്തിൻ്റെ, പാതിവൃത്യത്തിൻ്റെ, ചാരിത്രത്തിൻ്റെ, സൗന്ദര്യത്തിൻ്റെ ഒരു ഋഷിയുടെ കൂടെ ജീവിക്കേണ്ട ജീവിത സാഹചര്യത്തെ നന്നായി അനുഭവിച്ചറിഞ്ഞവളാണ്. അങ്ങനെയുള്ള അഹല്യയ്ക്ക് ഇപ്പോൾ ഇന്നത്തെ ഭാഷയിൽ ദൈവഗതി കൊണ്ടോ വിധി കൊണ്ടോ വന്നു ചേർന്ന ഒരു ദുരന്തത്തിൻ്റെ പരിണതഫലമായി അവൾക്ക് ശിലാരൂപിണിയായിട്ട് കുറേ കാലം അവിടെ ആ കാട്ടിൽ, ഇപ്പം ശിലാരൂപിണിയാണെന്ന് വാൽമീകി രാമായണത്തിലില്ല, എഴുത്തച്ഛൻ രാമായണത്തിലാണ്. മറ്റേ ഒരു ഭാവമായി അവൾ നിൽക്കുന്നു എന്ന് മാത്രമേ വാൽമീകി പറയുന്നുള്ളൂ. കാരണം ഒരു ശില എന്നുള്ളതില്ല. അത് എഴുത്തച്ഛൻ രാമായണത്തിലായിക്കോട്ടെ, നമുക്കതിന് കുഴപ്പമില്ല. എന്താ ഇപ്പം ഭാവം ഒരു ശിലയായാലും കുഴപ്പമില്ല. അങ്ങനെയായി നിന്നുവെന്നും ആ ഒരു ശിലാരൂപത്തെ വേണമെങ്കിൽ രാമനുമായി ബന്ധിക്കുമ്പോൾ രാമൻ ബാലകാണ്ഡത്തിലെ ഓരോ കഥയിൽ കൂടി വിശ്വാമിത്ര മഹർഷിയിൽ കൂടി ആത്മജ്ഞാനം നേടാൻ വേണ്ടി പുറപ്പെട്ട് കാമത്തെയും രാഗദ്വേഷങ്ങളെയും അടക്കി ഇനിയും വിദേഹരാജ്യത്ത് പോയി ജ്ഞാനം സ്വീകരിക്കാൻ പര്യാപ്തനാണ് ഒരു മനുഷ്യൻ. രാമനൊരു മനുഷ്യനായിട്ടാണ്. അങ്ങനെ വരുമ്പോൾ ആ ജ്ഞാനസ്വീകരണത്തിന് തൊട്ടു മുമ്പ് തൻ്റെ ഉള്ളിൽ ജന്മാന്തരവാസനകളായി ഉറഞ്ഞുകൂടി കിടക്കുന്ന കർമ്മവാസനകളെ, കല്ലുപോലെയുള്ള കർമ്മവാസനകളെ ലയിപ്പിച്ചെങ്കിൽ മാത്രമേ വിദേഹത്തെത്താൻ പറ്റുള്ളൂ. ഇതില്ലാതെ വിദേഹരാജധാനിയിൽ ആർക്കും ചെല്ലാൻ പറ്റില്ല. ഈ കർമ്മവാസനകളിലെ അഭിമാനം കൊണ്ട് വിദേഹരാജധാനിയിൽ ചെന്നാൽ ജ്ഞാനം സ്വീകരിക്കാൻ പറ്റുമെന്ന് മാത്രമല്ല, അവിടെ കയറാനും പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു രാമായണത്തിൻ്റെ ആധ്യാത്മിക പശ്ചാത്തലം കൂടി അഹല്യ എന്ന ശിലാരൂപത്തിനുണ്ട്. അതും കൂടി അലിയിച്ച് കളഞ്ഞിട്ടാണ് രാമൻ അക്കരയോട്ട് പോകുന്നത്. പിന്നെ രാമൻ്റെ പാദരജഫ് മാത്രം മതിയായിരുന്നു, പാദസ്പർശം പോലും വേണമെന്നില്ല. കാരണം അത്രയ്ക്കേ ഉള്ളൂ അവൾ ചെയ്തൊരു പാപം, കൂടുതലൊന്നുമല്ല. അങ്ങനെ ആ ഒരു പാദരജഫ് കൊണ്ട് പരിശുദ്ധിയായി തീർക്കാൻ പറ്റുന്ന ഒരു വലിയ ചൈതന്യത്തിൻ്റെ ധാമം തന്നെയാണ് അവൾ. ഈ പാദരജഫിൻ്റെ മഹാത്മ്യം രാമനെ വിദേഹത്തിലേക്ക് അക്കരെ കടത്തുമ്പോൾ തോണിക്കാരൻ പറയുന്നുണ്ട്. ലക്ഷ്മണൻ ആദ്യം കയറുന്നു, രാമൻ പുറകെ കയറുന്നു. രാമൻ കയറുമ്പോൾ തോണിക്കാരൻ പറയും, കാല് കഴുകിയിട്ടേ ഈ തോണിയിൽ കയറാവൂന്ന്. ലക്ഷ്മണന് കാല് കഴുകണ്ട, രാമൻ കാല് കഴുകണമെന്ന് പറഞ്ഞത് രാമൻ അല്പം അത്ഭുതപ്പെട്ടുന്നു. വിശ്വാമിത്രൻ കയറി, ലക്ഷ്മണൻ കയറി, ഇനി രാമനാണ് കയറുന്നത്. കയറാൻ പറഞ്ഞപ്പോൾ നിൽക്കൂ അങ്ങയുടെ കാല് കഴുകിയിട്ടേ കയറാവൂന്ന്. എല്ലാവരും അന്തം വിട്ടത് എന്താണെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മറ്റൊന്നുമില്ല, അങ്ങയുടെ പാദരജഫ് വീണപ്പോൾ ഒരു ശില, ഞാനൊരു സുന്ദരിയായ അഹല്യാണെന്ന് പറഞ്ഞ് കയറിപ്പോയി. ഈ തോണിയും വല്ല ശാപമോക്ഷവും കാത്തു കിടക്കുന്ന വല്ല ഗന്ധർവകന്യകയും ആണോ എന്ന് എനിക്കറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളെ അക്കരയ്ക്ക് വിടാൻ പറ്റുന്നുണ്ടാവും. അതുകൊണ്ട് എൻ്റെ തൊഴിലും ഇല്ലാതായി. അതെ, കാല് കഴുകിയിട്ടൊക്കെ കയറിയാൽ ഈ പാദരജഫ് ഈ വള്ളത്തിൽ പതിയാതിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ അക്കരയ്ക്ക് വിട്ടതിന് ശേഷം ഒരു കുഴപ്പമില്ല എന്ന് തോണിക്കാരൻ പറയുന്നൊരു കമൻ്റ് ഉണ്ട്. ഈ കമൻ്റ് വാസ്തവത്തിൽ ഈ പാദരജഫിൻ്റെ മാഹാത്മ്യം ശരിക്കും മനസ്സിലാക്കുന്നതാണ്. ഇത് അനുഭവിച്ചറിഞ്ഞവളാണ് അഹല്യ.